എല്ലാവരും കാണണം. നല്ല മേക്കിംഗ് ആണ്, നല്ല ആക്ടേഴ്സ്, എല്ലാവർക്കും ഇഷ്ടമുള്ള ആക്ടേഴ്സാണ്. ബ്യൂട്ടിഫുൾ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മൂവി, മസ്റ്റ് വാച്ച് മൂവി. ഇറ്റ്സ് എ മോളിവുഡ് മൂവി ലൈക്ക് ഹോളിവുഡ് അങ്ങനെ പറയാം. ഉറപ്പായിട്ടും ഒരുപാട് അവാർഡ്സ് കിട്ടാൻ സാധ്യതയുള്ളൊരു മൂവിയാണ്. മേക്കിംഗ് ഒരു രക്ഷയില്ല, അടിപൊളി മേക്കിംഗ് ആണ്. അതാ ഞാൻ പറഞ്ഞത്, ഒരു ഹോളിവുഡ് മൂവി മോളിവുഡിൽ വന്നാൽ എങ്ങനെ ഇരിക്കും അങ്ങനെ ചെയ്തിരിക്കുന്നത്. അത്ര മനോഹരമായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ക്യാമറ വർക്കാണ്, നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്, കംപ്ലീറ്റ്ലി സൂപ്പർ. ഒരു ബോറിങ്ങും ഇല്ല, നല്ല രസമായിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ എൻജോയ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കും. ഇത് നല്ല പെർഫോമൻസ് ആയിരുന്നു എല്ലാ ആക്ടേഴ്സിൻ്റെ. സസ്പെൻസ് എല്ലാം ഉണ്ട്. സക്സസ്ഫുൾ ഡെബ്യൂ ഓഫ് അർഫാസ്. ചോദിക്കോ എന്താണ് നിങ്ങളെ പറയണ്ടേ? പക്ഷേ ഡയറക്ടറാണ് അർഫാസ്. ഇൻട്രൊഡ്യൂസിങ് അർഫാസ് അലി. ഇത് ആക്ച്വലി ഡയറക്ടറിൻ്റെയും പ്രൊഡ്യൂസറിൻ്റെയും DOPയുടെയും മ്യൂസിക് ഡയറക്ടറിൻ്റെയും ആദ്യത്തെ മലയാളം റിലീസാണ്. അപ്പോൾ കുറേ ഡെബ്യൂട്ടൻസ് ഉണ്ട് ഇതിൽ. സോ വി ആർ ഓൾ എക്സൈറ്റഡ്. നിങ്ങളെല്ലാവരും ഇപ്പോൾ പടം കാണുക, കണ്ടിട്ട് അഭിപ്രായം പറയുക. ഫസ്റ്റ് ഒരു ഷോയെ കഴിഞ്ഞിട്ടുള്ളൂ, അപ്പോൾ അത് വെച്ചിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അതും ക്രൂ ആയിരുന്നു അധികവും, അപ്പോൾ റിയാക്ഷൻസ് ഒക്കെ നല്ലത് പറയുള്ളൂ. പക്ഷേ ഐ ഹോപ്പ് ഇറ്റ് വിൽ വർക്ക് ഇൻ തിയേറ്റേഴ്സ്. നിങ്ങളെല്ലാവരും ഇപ്പോൾ കാണാം. വ്യത്യസ്തമായ ചാനലാണല്ലോ, അപ്പോൾ മലയാളികൾ എങ്ങനെ എടുക്കുന്നുള്ള ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ല, അതിൽ ഏറ്റവും സേഫ് മലയാളത്തിൽ ചെയ്യുന്നത് തന്നെയായിരുന്നു. കാരണം മലയാളം ഓഡിയൻസ് ആണ് ഏറ്റവും സെൻസിബിൾ ആയിട്ടുള്ള ഓഡിയൻസ്. അതുകൊണ്ടാണ് മലയാളത്തിൽ നല്ല നല്ല സിനിമകൾ വരുന്നതും. ബാക്കിയുള്ള ഫിലിം മേക്കേഴ്സിന് ബാക്കി സ്റ്റേറ്റ്സിൽ അങ്ങനത്തെ സിനിമകൾ ഉണ്ടാക്കാൻ അറിയാഞ്ഞിട്ടല്ല, അവിടുത്തെ ഓഡിയൻസ് ഇത്രയും സെൻസിബിൾ അല്ലാത്തത് കൊണ്ടാണ് അവിടെ അങ്ങനത്തെ സിനിമകൾ വരാത്തത്. അതുകൊണ്ട് തന്നെ ഐ എം വെരി ഹോപ്പ്ഫുൾ ആൻഡ് ഐ റിയലി ഹോപ്പ് പീപ്പിൾ വിൽ ഗോ വാച്ച് ദ ഫിലിം ഇൻ തിയേറ്റേഴ്സ് ആൻഡ് give us their love. ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് വരാൻ പാകത്തിനാണ് അങ്ങനെയുണ്ട്. ഓ ഇല്ല, സെക്കൻഡ് പാർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ജിൻഡോപ്പിന് ട്വിസ്റ്റ് കൊടുക്കാം. ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ മാമിനെ പറയാനുള്ളത് ഡയറക്ടറിന്റെ അടുത്ത്. ഞാൻ അർഫാസ് വിളിക്കുമ്പോൾ തന്നെ ഞാൻ സൂപ്പർ സ്റ്റാർ ഡയറക്ടർ എന്നാണ് വിളിക്കുന്നത് തന്നെ. അർഫാസിന്റെ പേര് അങ്ങനെ സേവ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വർക്ക് ചെയ്തതിൽ എസ്പെഷ്യലി ന്യൂ ഡയറക്ടേഴ്സിൽ വർക്ക് ചെയ്തതിൽ വൺ ഓഫ് ദ മോസ്റ്റ് ടാലന്റഡ് ആൻഡ് അത്രയും ക്ലാരിറ്റിയുള്ള, നമുക്ക് തോന്നില്ല നമ്മളൊരു പുതിയ ഡയറക്ടറുടെ വർക്ക് ചെയ്തത്. അത്ര സ്റ്റെഡ് ഫാസ്റ്റ് ആണ്, അത്രയും ക്ലാരിറ്റി ഉണ്ട്. ആൻഡ് ഇങ്ങനത്തെ ഒരു സിനിമ അല്ലേ ഒരു പുതിയ ഡയറക്ടറിൻ്റെ അടുത്താണെന്നുള്ളത് നമുക്കും കാണുമ്പോൾ അത്ര നന്നായി ചെയ്തിട്ടുണ്ട്. വളരെ മെച്ചുവേർഡായിട്ട് അർഫാസ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് വി വുഡ് ബി കണ്ടിന്യൂയിങ് വർക്കിംഗ് ടുഗെദർ ഫോർ ഷുവർ. He's like my family now. വെരി ഹാപ്പി ഫോർ ഹിം ആക്ച്വലി. 14 വർഷത്തെ ഹാർഡ് വർക്കിന് ശേഷമാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ പടം ഇറങ്ങിയിരിക്കുന്നത്. ആളെ കണ്ടില്ലേ, ഇപ്പോൾ ഒരു റിലീസിൻ്റെ ടെൻഷനിൽ തന്നെ ഒരു 10-15 കിലോ കുറഞ്ഞിട്ടുണ്ട്. ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു അർഫാസിൻ്റെ ഭാര്യ കംപ്ലയിൻറ്റ് ചെയ്യുമായിരുന്നു ഉറങ്ങുന്നേ ഇല്ലാന്ന്. അപ്പോൾ അത്രയും ഹാർഡ് വർക്കിന് ശേഷം വന്നിരിക്കുന്ന ഒരു പടമാണ്. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അർഫാസിനും DOP അപ്പു, അതുപോലെ മ്യൂസിക് ഡയറക്ടറിൻ്റെ ഫസ്റ്റ് മലയാളത്തിലുള്ള ഫസ്റ്റ് ലോഞ്ച്. അപ്പോൾ ഒരുപാട് ന്യൂ കമേഴ്സിനെ ലോഞ്ച് ചെയ്യുന്ന ഒരു സിനിമ. അപ്പം വെരി വെരി ഹാപ്പി, വെരി ടച്ച്ഡ്, എക്സൈറ്റഡ്. ഓക്കെ, താങ്ക് യു ഗൈസ്. ചോദിക്കട്ടെ, നിങ്ങൾ അവരുടെ ഇതെടുക്കുക. ഇറ്റ്സ് എ വെൽ മെയ്ഡ് ഫിലിം, നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ത്രിൽ. അത് സ്ക്രിപ്റ്റ് വായിച്ച് ഇത് ഇഷ്ടപ്പെട്ടുകൊണ്ടല്ലേ ഞങ്ങൾ ചെയ്യാൻ റെഡി ആയത്. I think all credit goes to the director, Arfaz, his take, and the entire cast and crew of 11 crores. Congratulations, guys. അതെ, ഇത് നല്ല ത്രില്ലറുമാണ് എന്ന് ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള പോലത്തെ ക്യാരക്ടർ അല്ല. അല്ലെങ്കിൽ ഞാൻ ത്രില്ലർ ഫിലിംസിൽ കാണുന്ന പോലത്തെ ഒരു റെഗുലർ ക്യാരക്ടർ അല്ല. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിച്ചത്. അപ്പോൾ അത് കൺവിൻസിംഗ് ആയിട്ട് പ്ലേ ചെയ്യാൻ പറ്റിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി എനിക്ക് എല്ലാവരുടെയും എന്താ പറയുക, പ്രോപ്പർ റെസ്പോൺസിബിലിറ്റി ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണാൻ. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ. മാം അമേസിംഗ് ജോബ് ഇൻ ദിസ്. ഇറ്റ്സ് എ വണ്ടർഫുൾ ഫിലിം. എല്ലാവർക്കും ഇറ്റ്സ് റിയലി ഗുഡ്. ഐ മീൻ ഒരു മിനിറ്റ് പോലും ലൈക്ക് ആസ് ആൻ ആക്ടേഴ്സ് നമുക്ക് ഒരു നിമിഷം പോലും ബോറടിച്ചില്ല. 3 ആക്ടേഴ്സ് ഉള്ള സിനിമയാണ്. നോമിനേറ്റഡ് ബൈ 3 actors, like only 3 actors, Asif Ali Khan, she and Sharafuddin Khan. So I mean still ഒരു നിമിഷം പോലും നമുക്ക് ബോറടിക്കാൻ അത്ര എൻഗേജ് ചെയ്ത് എന്താ പറയുക. കറക്റ്റ് ഒരു ജിത്തു സാറിന്റെ ഒരു വൈസ് ക്യാപ്റ്റൻ ആണ് ഉള്ളി. He was my co-actor in Neru. So when I saw him as a director here, I was like awesome. He's a wonderful filmmaker. Like എനിക്ക് അദ്ദേഹത്തിന്റെ അടുത്ത പടത്തിലേക്ക് എനിക്ക് അവസരം തരുന്നത് കാത്തിരിക്കുന്നു. So yeah, very I loved it. I mean totally ഒരു നിമിഷം പോലും ബോറടിക്കാൻ അത്ര എൻഗേജ് ചെയ്തൊരു സിനിമയാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണും. നന്നായിട്ടുണ്ട്, നല്ല സിനിമ, വെൽ ടേക്കൺ മൂവി. എല്ലാവരുടെയും പെർഫോമൻസ് ഗംഭീരമായിരുന്നു. 3 പേരും, ആസിഫ് അലി, അമല, ഷറഫുദ്ദീൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ലാഗ് ഫീൽ ചെയ്യുന്നില്ല. ആ സിനിമയ്ക്ക് ഒരു വേണ്ട ഒരു ലാഗ് അതിനുണ്ട്, അല്ലാതെ ഒരു ലാഗ് ഫീൽ ചെയ്തില്ല. ഭയങ്കര ഗ്രിപ്പിംഗ് ആണ്. ആസിഫ് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്.